ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് രുചിക്കൂട്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഒരുക്കത്തിന്റെ ചെറിയ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ നമ്മളിതേ ആരംഭം കുറിക്കാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇതേ നമ്മുടെ ലാസ്റ്റ് ഇയർ നമ്മള് സെറ്റ് ചെയ്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം ന്യൂ ഇയർ എല്ലാം കഴിയുമ്പോൾ എടുത്ത് പാക്ക് ചെയ്ത് ഇതുപോലെ എല്ലാ വീടുകളിലും വെക്കും. ഈ പ്രാവശ്യം നമ്മൾ പുതിയതൊന്നും മേടിക്കുന്നില്ല. ഇതിപ്പോ ഒരു 3-4 കൊല്ലം നമ്മൾ ഇതന്നെ യൂസ് ചെയ്യണം. പുതിയ വേറെ എക്സ്ട്രാ വാങ്ങുന്നില്ല. അപ്പൊ ഇത് തന്നെയാണ് ഈ കൊല്ലം നമ്മൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഇയർ പ്ലാൻ ഉണ്ടോ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ കൊല്ലം നമ്മൾ ഇത് തന്നെയാണ് സെറ്റ് ചെയ്യാൻ വേണ്ട. അപ്പൊ ഇതേ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ നമ്മൾ എടുത്തു. തിരിച്ചിനി അഴിച്ച് പണിയണം. നമ്മുടെ ക്രിസ്മസിന്റെ കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. കൂടാതെ കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചില്ലേ, നമ്മുടെ ബ്രോഡ്ബാൻഡ് മേടിച്ച അതെല്ലാം കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് എക്സ്ട്രാ. ഇതെല്ലാം വെച്ച് വേണം സെറ്റ് ചെയ്യാൻ. ചെറിയൊരു കളർ കോമ്പിനേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഒരുക്കം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്രിസ്മസ് ട്രീ തേങ്ങിന് വേണ്ടി ഒരാൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരെയാണ് എനിക്ക് ഇച്ചിരി പേടി. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, പൊട്ടിച്ചു കളയോ. ഇവരെയാണ് എനിക്ക് ചെറിയൊരു ടെൻഷനുള്ളൂ. അത് കുഴപ്പമില്ല, കഴിഞ്ഞ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈ സെറ്റ് ചെയ്യാനാണ് മെയിൻ എന്റെ പണി. ഇത് തിരിച്ചെടുത്ത് പാക്ക് ചെയ്ത് വെക്കുന്നതൊക്കെ ഹസ്ബൻഡിന്റെ പണിയുണ്ട. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോ അവർക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ഇത്തിരി കുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഒരു മിക്ക വീടുകളിലും ഉള്ള ഒരു സംഭവമായിരിക്കും മക്കൾ ഓരോ പ്രായം എത്തുമ്പോഴുള്ള ഒരു ഡിഫറൻസ്. ഇപ്പൊ ഇവരുടെ ഏജില് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല. ലാസ്റ്റ് ആകുമ്പോ എന്തെങ്കിലും വിനിക്കോടിയിൽ വന്നാലുള്ളൂ. ഇപ്പൊ നമ്മളാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ചെറിയ പ്രായം വന്നപ്പോ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഒരു കാര്യമല്ലൊക്കെ. ഇപ്പൊ അങ്ങനെയൊന്നല്ല, നമ്മൾ തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ചെറിയൊരു ബോറടി ഉണ്ട്. നമ്മുടെ ട്രീയുടെ ഓരോ ഇതെടുക്കാണ്. ഓക്കെ, ഇത് 2 സെറ്റാണ്. പിന്നെ അതിന് സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ സ്ക്രൂ ഐറ്റംസ് കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കട്ട് ചെയ്ത് വെച്ചു ആ റെഡിമേഡ്. നമ്മുടെ സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ടുണ്ട്. ആദ്യമേ താഴത്തെ ഭാഗം സെറ്റ് ചെയ്തിട്ട് മേളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കാണിക്കാൻ. അതുകൊണ്ട് അത് ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ ആയതൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോന്നത് ട്രീ ഒരു ദിവസം ഞാൻ ചെയ്ത് സെറ്റ് ചെയ്തു, ഒരു ദിവസം ട്രിപ്പിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അപ്പം ചെയ്ത എല്ലാ ഒരുക്കങ്ങളും കൂടെ നമ്മൾ ചെറുതായിട്ട് നിങ്ങളിലേക്ക് ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ കട്ട് ചെയ്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഓരോന്നായിട്ട് കാണിക്കാൻ, പിന്നെ ഓർത്ത് ഓക്കെ ഒരുപാടായിപ്പോൾ അത്രയും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ടുള്ളതായിട്ട് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ അന്നത്തെയും കൂടെ ചെറിയ വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഇതിനെ കൂട്ടിച്ചേർക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഡെക്കറേഷൻ ഐറ്റംസ് ആണ്. അപ്പൊ ഞാൻ എക്സ്ട്രാ കുറച്ച് ഐറ്റംസ് കഴിഞ്ഞ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ആദ്യം എടുക്കട്ടെ. ഇങ്ങനത്തെ ബീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബെൽസ് നോക്കിയിട്ട് വേണം ഇടാൻ എല്ലാം. പിന്നെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് പോലെ ഇങ്ങനെ വെക്കുന്നത്, ഇത് കുറച്ച് വാങ്ങിച്ചു. ഓവറായിട്ടിട്ട് എല്ലാം കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. ഒരു റെഡ് ഗോൾഡ് കോമ്പിനേഷന് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതിന് വേണം നമുക്ക് പിടിക്കാൻ. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. ഇങ്ങനെ ഹാങ് ചെയ്യണത് ഇതൊരു 4 ഉണ്ടെന്ന് തോന്നുന്നു. പഴയത് എക്സ്ട്രാ ഞാൻ മേടിച്ചു, കുറച്ചൊക്കെ പൊട്ടിപ്പോയായിരുന്നു. ഇത് ഇത്രയും ഐറ്റംസ് ഉണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയത്. ഓക്കെ, ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ബോക്സിലുണ്ട്. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി. ഉണ്ടോ
ഈ കൊട്ടയിലുണ്ട്. ഇത് ഒരുപാട് പഴയതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി എല്ലാം ഇത് വേർതിരിച്ചിട്ട് വേണം നമുക്കിത് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വേർതിരിച്ചിട്ട് വരാം ഗൈസ്. ഇതെല്ലാം നമ്മുടെ പുതിയ ഐറ്റംസ്, ഇതെല്ലാം പഴയ ഐറ്റംസ്. എല്ലാം നമ്മൾ നോക്കി സെപ്പറേറ്റ് ചെയ്ത് വേണ്ടത് മാത്രം എടുക്കും. ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ബാക്ക് സൈഡിലായിട്ടൊക്കെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളുടെ ട്രീ സെറ്റ് ചെയ്യാൻ പോണത്. നോക്കി ട്രീ സെറ്റ് ചെയ്യാനാണ്. ഗൈസ് ദേ നമ്മളുടെ ട്രീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം നമ്മൾ തൂക്കാനിലേക്ക് തൂക്കി സെറ്റ് ചെയ്തു. ഇനി ഇതിന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അത് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിൽ ലൈറ്റ് ഇടണം. ലൈറ്റ് ഇടുന്ന പണിയെല്ലാം സീപ്പഞ്ഞാൻ്റെ കേട്ടോ. ഇത് ഒരു റെഡ് ഗോൾഡൻ കോമ്പിനേഷനാണ് ചെയ്യണം. ഇനിയും കുറച്ച് സാധനങ്ങൾ കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. നോക്കട്ടെ, സമയം കിട്ടിയ കുറച്ച് ഐറ്റംസും കൂടെ വാങ്ങി നമുക്കിത് സെറ്റ് ചെയ്യണം. ഒരു ലോങ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിന് കുറച്ചും കൂടി മിനുക്ക് പണികളുണ്ട്. അതെല്ലാം ഇനി ചെയ്യാനുണ്ട്. ഗൈസ് സംഗതി നമ്മുടെ ട്രീയിൽ ലൈറ്റെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടോ. ഇനി കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉള്ളത്. താഴെ നമുക്ക് ആ ഒരു ഇതുണ്ടോ, കാൽഭാഗം ഒന്ന് കവറൊക്കെ ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എല്ലാവരും? ലക്കി നോക്കി നിൽക്കുന്നുണ്ട്. ലക്കി ലാസ്റ്റ് നമ്മൾ അകത്ത് വെച്ച് ക്രിസ്മസ് ട്രീനെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ വന്നപ്പോൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ പിന്നെയും നമ്മളതിൽ നിന്ന് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മുടെ ക്രിബൊക്കെ നമ്മൾ റെഡിയാക്കി. മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടത്. ലക്കിയാണെങ്കിൽ ഇത്തിരി കുശുമ്പുണ്ട് കേട്ടോ. ആ പുൽക്കൂട് അവൻ അത്ര പിടിച്ചില്ല. വന്ന് തട്ടിക്കളയാനൊക്കെ നോക്കി. പിന്നെ ഒരു കണക്കിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇതേ നമ്മുടെ വീടിൻ്റെ മൊത്തത്തിലെ ലൈറ്റിങ് ഇതായിട്ട് നമ്മൾ ചെയ്തേക്കണത്. സെറ്റിംഗ് എല്ലാം ചെയ്തേക്കണത് സിമ്പിളായിട്ടാണ്. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഇതെല്ലാം ചെയ്യണത്. ലൈറ്റിംഗ് എല്ലാം ചെയ്യണത് ചേട്ടനാണ്. പിന്നെ ജോലി തിരക്ക് കാരണം നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ സമയമൊക്കെ കണ്ടെത്തി ലാസ്റ്റ് ടൈമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു കരോള് വരുന്നത്, നമുക്ക് അതൊന്ന് കാണാം. Happy Christmas. Happy Christmas. ഫ്രണ്ട്സ്, നമ്മളുടെ ഡെക്കറേഷൻ ഇതാണ്ട് ലൈറ്റാണ് എടുത്തത്. നമ്മുടെ സ്റ്റാർ ഇതാണ്. പിന്നെ ഇത് ക്രിസ്മസ് ട്രീ. നമ്മൾ അകത്ത് വെച്ച ക്രിസ്മസ് ട്രീ പുറത്തോട്ട് വെച്ചു. നമ്മൾ ലക്കി നോക്കിക്കുന്നുണ്ട്. ഇവൻ ട്രീ മറിക്കുമെന്ന് മാത്രമേ ഒരു പേരുള്ളൂ. ഇനി ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മുടെ പഴയ ട്രീ തന്നെയാണ്. ക്രിസ്മസ് ട്രീയും പഴയ പുൽക്കൂടും തന്നെയാണ് കേട്ടോ. എന്താ അടുത്തല്ല ഇതെല്ലാം മാറ്റണം. പ്രത്യേകിച്ച് ക്രിബും നമ്മളുടെ ഓരോ രൂപങ്ങളൊക്കെ നമുക്ക് മാറ്റണം. എല്ലാം പഴയതാണ്. ഇനി ഉണ്ണീശ്വരനെ നമുക്ക് കിടത്തണം. ഉണ്ണീശ്വരനെ കിടത്താനുള്ള ഒരു ബെഡൊക്കെ റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് കരോള് വന്നു കേട്ടോ. അതാണിത്. വീടിൻ്റെ ഒരു ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ക്രിസ്മസ് കരോള് വന്ന് പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇവിടെ ചെയ്തിരിക്കുന്ന ലൈറ്റിങ് ഉണ്ടോ. ഇതാണ് സൈഡിൽ ചെറിയ സീരിയലായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് സീരൻ ഉണ്ടോ. ഇവിടെ നോക്കുമ്പോൾ ദേ നമ്മളുടെ ലക്കി നിൽക്കുന്നുണ്ടോ. ലക്കിയും ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ട്. സ്വിച്ചറിൻ്റെയൊക്കെ വീട്ടിൽ അവർ ഉണ്ടാക്കിയ സ്റ്റാറാണ് ഇത്. കഴിഞ്ഞ പോലെ സ്വിച്ചേട്ടൻ ഒരു ആർട്ടിസ്റ്റാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻസ്. നമ്മളിത് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ വാതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡോറിൻ്റെ ഫ്രണ്ടിലും ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച സെയിം ഐറ്റം തന്നെ കേട്ടോ. അതിങ്ങനെ ഹാങ് ചെയ്തു. ഇതാണ് നമ്മുടെ സിമ്പിൾ ഡെക്കറേഷൻ ഗൈസ്.
ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ദേ നമ്മുടെ പുൽക്കോട്ടിൽ ഉണ്ണീശോ വന്നു. നമ്മൾ പള്ളിയിലൊക്കെ പാതിരാ കുർബാനൊക്കെ പോയി വരുമ്പോഴാണ് കേട്ടോ, പോയി വന്ന ശേഷമാണ് നമ്മൾ ദേ ഉണ്ണീശോനെ നമ്മുടെ പുൽക്കൂട്ടിൽ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തും. കണ്ട, ഉണ്ണി പിറന്ന ശേഷം വയ്ക്കും. അതിന് മുമ്പ് നമ്മൾ നോർമലി പുൽക്കൂട്ടിൽ ബാക്കി എല്ലാ രൂപങ്ങളും വെച്ചാലും ഉണ്ണീശനെ മാത്രം നമ്മൾ വെക്കത്തില്ല. എല്ലാം കഴിഞ്ഞ് കുർബാനക്കൊക്കെ പോയി വന്ന ശേഷം ആയിരിക്കും വെക്കുക. ഇനി കുർബാനയ്ക്ക് പോകാത്തൊരു 12 മണിയൊക്കെ ആകുമ്പോൾ വെച്ചിട്ടായിരിക്കും കിടക്കുക. അങ്ങനെയാണ് നോർമൽ ചെയ്തത്. എന്താ, നമ്മുടെ രൂപങ്ങളൊക്കെ കുറേ മോശമായിട്ടാണ്. ഇതൊക്കെ നമുക്ക് മാറ്റി അടുത്ത കൊല്ലം പുതിയൊരു രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്രിബായിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്, അതുകൂടാതെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിൽ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അപ്പച്ചൻ, എൻ്റെ അമ്മച്ചി, എൻ്റെ അനിയത്തി, അവളുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ആയിട്ട്. പിന്നെ അതുകൂടാതെ എൻ്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയായിരുന്നു. അപ്പോൾ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള റൂംമേറ്റുള്ള റോണിത്തിനെ നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് ഫുഡ് കഴിക്കാൻ ലഞ്ചിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ സന്തോഷങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ഐറ്റംസ് ഇതൊക്കെയായിരുന്നു: ഫിഷ് ഫ്രൈ, പോർക്ക് റോസ്റ്റ്, പോർക്ക് വിന്താലോ, ബീഫ് സ്റ്റൂവ്, ചെമ്മീൻ റോസ്റ്റ്, അങ്ങനെയുള്ള കറികളൊക്കെ ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേപോലെ ഒക്കെയാണ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ യൂട്യൂബേഴ്സിൻ്റെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.